ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ മ്യൂസിയമാണ് ഇന്ത്യൻ മ്യൂസിയം. കൊൽക്കത്തയിൽ 1814 സർ വില്യം ജോൺസ് ആണ് ഇത് സ്ഥാപിച്ചത്. 1875 ഇപ്പോഴത്തെ കെട്ടിടത്തിലേക്ക് ഇത് മാറ്റി സ്ഥാപിച്ചു. എല്ലാ വിഭാഗങ്ങളിലുമുള്ള സസ്യജന്തു മേഖലയിലെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ച് ഒരു മ്യൂസിയം. ശില്പങ്ങളെല്ലാം വളരെ മനോഹരമാണ്. വിവിധ രാജ്യങ്ങളിലെ ആക്രമണങ്ങളിൽ ശില്പങ്ങളുടെ പല ഭാഗങ്ങൾ അടർന്നു പോയിട്ടുണ്ട്. എങ്കിലും രൂപലാവണ്യം കൊണ്ട് സുന്ദര രൂപങ്ങൾ തന്നെ ഇവ. ആ കാലഘട്ടത്തിലെ ഇതിലെ ശില്പികളുടെ വൈദഗ്ധ്യം നമുക്ക് ബോധ്യപ്പെടും. ബുദ്ധശില്പങ്ങളാണ് കൂടുതലും. ഓരോ ശില്പവും നമ്മൾ കുറെ അധികം നേരം നോക്കി നിൽക്കും. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മ്യൂസിയം സന്ദർശിക്കാറുണ്ട്. കൽക്കട്ട മാർബിൾ മ്യൂസിയം 19-ാം നൂറ്റാണ്ടിൽ 1835 രാജേന്ദ്ര മല്ലിക എന്ന ബംഗാളിലെ ഒരു മർച്ചന്റാണ് ഇത് സ്ഥാപിച്ചത്. പശ്ചിമ ബംഗാൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച ഈ കൊട്ടാരത്തിൽ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും സമ്പാദിച്ച പെയിന്റിങ്ങുകൾ, മാർബിൾ ശില്പങ്ങൾ തുടങ്ങി അപൂർവ കലവറയാണ് ഈ മ്യൂസിയം. ഇറ്റാലിയൻ മാർബിൾ പതിച്ച തൂണുകൾ, മനോഹരമായ ടൈൽസ് പാകിയ ഫ്ലോറുകൾ, കേരളത്തിലെ രാജ രവിവർമ്മ വരച്ച പെയിന്റിംഗ് ഉൾപ്പെടെ നിരവധി പെയിന്റിംഗ് ഈ ശേഖരത്തിലുണ്ട്. വരാന്തകളും ബാൽക്കണികളും ചേർന്ന ഈ കൊട്ടാരം അതിമനോഹരമാണ്. ഇവിടെ ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുണ്ട്.